ദുരന്തം ആഘോഷമാക്കി മാറ്റുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അത് അതിശയോക്തിയല്ല. ഉദാഹരണമായിട്ട് ഈ വാഹനമിടിച്ച് ഇപ്പോൾ റോഡിൽ കിടക്കുന്നു ആളുകൾ, അറിയുന്നില്ല. രാത്രി അതിലെ വരുന്നവർ നോക്കുമ്പോൾ ഇവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകും. നല്ല കാര്യമാണ്, ചെയ്യണം, ഒരിക്കലും അത് ചെയ്യാതിരിക്കരുത്. പക്ഷേ ആ കൊണ്ടുപോകുന്ന പോക്കിന് ആ കഴുത്തെ കിടക്കുന്ന മാലയെ കൂടെ ഊരിയെടുത്ത് മാറ്റിയാലോ? അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ആ ദുരന്തത്തിൽ നിന്ന് ആ മുതലെടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്ത് കഷ്ടമാണ്. മരണത്തോട് മല്ലടിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അയാളുടെ പണം പിടിച്ചു പറിക്കുന്ന, അയാളുടെ വാച്ച് മോഷ്ടിക്കുക, അയാളുടെ മാല ഊരിയെടുക്കുക, ആ സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടെ മാല ഊരിയെടുക്കുക. ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ഇവിടെ തന്നെ ഒരിക്കൽ കോയമ്പത്തൂർ പോയ ഒരു ദമ്പതികൾ, അവർ പുതിയ കല്യാണം കഴിച്ചിട്ട് ഏതാണ്ടൊരു പുതിയതായിട്ട് അവരുള്ള യാത്രയാണ്. ഒരു പുതിയ വാഹനത്തിൽ അവരിടുന്ന് കോയമ്പത്തൂർ പോവുകയാണ്. അപ്പോൾ ആ റോഡ് അന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിന്ന് കോയമ്പത്തൂരുള്ള റോഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് 6 വരി ഇത് എതിലേ പോകണം, എന്ത് പോകണമെന്നൊന്നും എല്ലാവർക്കും അറിയില്ല. ഇത് അങ്ങനെ പോയപ്പോൾ ഇവർ ഒരു ഹോട്ടലിൽ കയറി ഇന്ന് ആഹാരം കഴിച്ചു. ആ ഹോട്ടലിൽ ഇരുന്നപ്പോൾ ഈ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു നെക്ലസ് ഉണ്ട്. വളരെ നെക്ലസ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് നെക്ലസ് ആണ്. ഏതാണ്ട് ഒരു 19 ലക്ഷം രൂപ വിലയുള്ള ഒരു ഇതാണ്. ഇതൊക്കെ ഇട്ടുകൊണ്ടാ പോകുന്ന രാത്രി. ഇവർ രണ്ടുപേരുമേ ഉള്ളൂ, പോവാണ്. അതുപോലെ തന്നെ വേറെ സ്വർണം, കയ്യിൽ ഗോൾഡ് വാച്ചും അതും ഇതൊക്കെ കിടപ്പുണ്ട്. ഇവർ പോയി. നേരെ ഒരു ലോറി വന്ന് ഇടിച്ച് ഇത് താഴെയിട്ട്, പുതിയ മൊബൈൽ ഫോണാണ് അതുൾപ്പെടെ മുഴുവൻ സാധനങ്ങൾ അത് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് അവിടെ കിടന്ന് മരിക്കുന്നു. മരിച്ചപ്പോൾ കുറേ പേര് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതിൻ്റെ കഴുത്തിൽ കിടന്ന ആ നെക്ലസ് ഇല്ല, ഇതിൻ്റെ മൊബൈൽ കാണാനില്ല, ഗോൾഡ് വാച്ച് കാണാനില്ല, അതുപോലെ 1-2 ബാങ്കിൾസ് ഉണ്ടായിരുന്നു കയ്യിൽ സ്വർണത്തിൻ്റെ കട്ടിയുള്ളത്, അതൊന്നും കാണാനില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഒന്നുകിൽ അത് മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇടിച്ച്, ഇവിടുന്ന് ആൾ ഇൻഫോം ചെയ്തു ഇങ്ങനെ വരുന്നുണ്ട്, 2 എണ്ണം കയറി വരുന്നുണ്ട്, റെഡി, തട്ടിക്കൊള്ളാൻ പറഞ്ഞു. തട്ടിയിട്ട് അവരടുത്ത വണ്ടി ചെന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോയി. അവിടെ ഒരു ഇന്നോവ കാർ കൊണ്ടുവന്നെന്നും അവിടെ നിർത്തി ഇവരെ ഇവിടെ നിന്നൊക്കെ പരിശോധിച്ചിട്ട് പോയെന്നുള്ളതിൻ്റെ എവിഡൻസൊക്കെ പോലീസിന് കിട്ടി. പക്ഷേ ഞാൻ ഉൾപ്പെടെ അത് പോലീസിൽ പരാതിപ്പെട്ടിട്ടും, കാരണം അതിന് ഇവിടെ അടുത്തുള്ള ഒരാളാണ്, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇവിടെ അടുത്ത് താമസിക്കുകയാണ്. അവർ അത്രയും ദുഃഖത്തിലാണ്. അപ്പോൾ ഇത് നോക്കിയിട്ടും അതിനെക്കുറിച്ച് എവിഡൻസ് ഒന്നും കിട്ടിയില്ല. തെളിയാത്ത കേസുകളുടെ പട്ടികയിൽ പെടുന്ന ഒരു കേസാണത്. പക്ഷേ ഇതേപോലെ തന്നെ ശരിയായ രീതിയിൽ ഒരു അപകടം അങ്ങ് നടന്നു ഒരു വണ്ടി തന്നെത്താൻ പോയി ഇടിച്ചു. അതിലെ ബോധം കെട്ട ആൾ കിടക്കുകയാണ്. അവരുടെ വളയും മാലയൊക്കെ ഉരുക്കൊണ്ടുപോവുക, അവരെ ഉപേക്ഷിച്ചിട്ട് പോവാന്ന് പറഞ്ഞാലോ? അതിലും കുറച്ചുകൂടെ കടന്ന കൈ ഞാൻ കേട്ടിട്ടുള്ളത്, ഇതേപോലെ ഈ കിടക്കുന്നവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോട്ടോ, പോകുന്ന പോക്കിന് ഇതെല്ലാം ഊരി എടുത്ത് റെഡിയാക്കിയിട്ട് ആശുപത്രി കൊണ്ട് അതിനകത്തോട്ട് കയറ്റിയിട്ട് അവിടെ നിന്ന് മുങ്ങും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. മൃഗങ്ങൾക്ക് പോലും ഈ രീതിയിൽ ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ. അത് മനുഷ്യരല്ല ഇവരൊന്നും. ഇതിപ്പോൾ നമ്മുടെ വയനാട് ദുരന്തം എന്ന് പറയുന്നത് അതിന് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്. നമ്മുടെ കേരളം കണ്ടിട്ടുള്ളത് മാത്രമല്ല, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വലിയ ദുരന്തങ്ങളിൽ പെടുന്നവരാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തവുമാണ്. കാരണം ഇത്രയോ ആളുകൾ, ഞാൻ അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1700 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഭാഗത്ത്. അതിൽ നിന്നിപ്പോൾ എത്ര പേരെ ആ കണക്ക്, നമുക്ക് ഔദ്യോഗികമായിട്ടും ഒക്കെയുള്ള കണക്ക് വരുമ്പോൾ അനൗദ്യോഗികമായിട്ടുള്ള കണക്കെന്ന് പറഞ്ഞാൽ ഒരു 350 പേരോ എങ്ങാണ്ട് മരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇനി 200 ആളുകളെ കാണാനും ഉണ്ട്. എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു 600-ന് താഴെയുള്ള ഒരു ഇടപാടിലേക്ക് ഇത് പോവും. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് അത് പലപ്പോഴും പൊരുത്തപ്പെടത്തില്ല. കാരണം ഒരുപാട് ആളുകൾ, അതായത് ഇപ്പോൾ ഒരാളവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇയാളെ കാണാനില്ലെന്ന് വരുന്നത്. ഈ അറിയാത്ത ആളുകളാണെങ്കിലോ, ഇപ്പോൾ വിദേശ ടൂറിസ്റ്റുകൾ അവിടെ വന്നേക്കുന്ന ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്, ടൂറിസ്റ്റുകൾ. അത് എത്ര പേരെ കാണാതായെന്നുള്ളതിന് എന്താ കണക്കുള്ളത്? പിന്നെ ഈ പാവപ്പെട്ട ബംഗാളികളുണ്ടല്ലോ, ദുബായി പോകുന്നത് പോലാണ് അവർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ വരുന്നത്. ആ തൊഴിലാളികൾ, ബംഗാളിൽ നിന്നൊക്കെ വന്ന തൊഴിലാളികൾ, ഒരുപാട് ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അവരുടെ കണക്ക് എവിടെ? ആരാണ് അവർ നോക്കുന്നത്? ഒരു ബംഗാളിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവിടെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. എന്ന് പറയുന്നത് പോലെ ആരൊക്കെ എത്ര പേരുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഒരു കണക്കുമില്ല. മല പോലെ മണ്ണ് വന്നടിച്ചേക്കുകയാണ്. വലിയ പാറയാണ് വന്നേക്ക് വീണേക്കുന്നത്.
ആ പാറയ്ക്കടിയിലൊക്കെ ഞെരിഞ്ഞമർന്നേക്കുന്ന എത്ര ജീവനുകൾ കാണും. ഇപ്പോഴും ഈ ചാലിയാർ എന്നൊക്കെ ദൂരെ 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെയാണ് ശവശരീരം അടിയുന്നത് കണ്ടു കിട്ടുന്നത്. വനത്തിൻ്റെ സൈഡിലൊക്കെ അടിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ജനങ്ങൾ ഒരുപാട് പേര് രക്ഷാപ്രവർത്തകർ അവിടെ പോയി ഈ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അവരെ കൊള്ളയടിക്കാനും മോഷണം അടി നടത്താനും ആളുകളുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത്? ഇവരെ എന്താ കഴുകന്മാരെക്കാൾ കഷ്ടമല്ലേ? ഇപ്പോൾ സുരക്ഷാ സേന അവിടെ ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ പാലത്തിൽ കൂടെ കടന്നു പോകേണ്ടത് ഇത്ര പേരെ പോകാമെന്നുള്ളത് നോക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ പോകുന്നവരെ ഒന്ന് പരിശോധിച്ചിട്ട് വിടണം. തിരിച്ചു വരുമ്പോഴും അവരെ ഒന്ന് നോക്കണം, ഇവരുടെ കയ്യിൽ എന്തുണ്ടെന്ന്. കാരണം ഈ വീടുകളിലൊക്കെ ആളുകൾ കഴിഞ്ഞതാണ്. ആ തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളുടെ ഇടയിലൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരുപാട് കാണും. ആഭരണമൊക്കെ, സ്വർണ്ണാഭരണങ്ങൾ പറക്കിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്, മീഡിയയിൽ നിന്ന് കണ്ടതാണ്. എന്ന് പറഞ്ഞ പോലെ ഇത് അവിടെയൊക്കെ അത് കൊള്ളയടിക്കാനും മോഷണം നടത്താനും ചെല്ലുന്നവരെ അവരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം. അതാ വേണ്ടത്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതൊന്നും അനുവദിക്കരുത്. അവിടുത്തെ നാട്ടുകാരും ജാഗരൂകരായിരിക്കണം. ഉള്ള ആളുകൾ, ഇനി കുറച്ച് പേരല്ലേ ഉള്ളൂ, ആരും ഇല്ലല്ലോ. ബന്ധുക്കളൊന്നും അവശേഷിച്ചിരിക്കുന്ന ആളുകളൊന്നും അവിടെ ഉള്ളവരല്ല. ഇനി ആ നാട്ടിലേക്ക് പോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല, അവശേഷിക്കുന്ന ആളുകൾ. കാരണം അവിടെ ഇനി അവർക്ക് വേണ്ട എന്നുള്ളതാണ്. ആകെ വേണ്ടത് ഇനി പുത്തുമല, അത് ആവശ്യം വരും. കാരണം ഈ മരിച്ചവരെ മയ്യം അടക്കിയേക്കുന്നതും ശവശരീരം അടക്കിയേക്കുന്നതും അവിടെയാണ്, അറിയാൻ വയ്യാത്ത ആളുകളെ. അതുകൊണ്ട് അവിടെ ഇന്നും ഒരു ആരാധനാ ക്രമം അവിടെ ഇങ്ങനെ നടക്കും. അവിടെ നമുക്ക് ഡൽഹിയിലെ ബഹായ് സെൻറ്റർ എന്നൊക്കെ പറയുന്ന ആ സ്ഥാപനം, ലോട്ടസ് ടെമ്പിളൊക്കെ പോലെ, അവിടേക്ക് ആർക്കും പ്രാർത്ഥിക്കാം, ഏത് പ്രാർത്ഥനയും നടത്താം എന്ന് പറയുന്നത് പോലുള്ള ഒരു സ്ഥലമായി അത് മാറട്ടെ. അവിടേക്ക് ഒന്ന് പോകണം ആളുകൾ, നിർബന്ധമായിട്ടും അതൊന്ന് കാണണം. അപ്പോൾ അതിനിടയിൽ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയുടെ കാര്യം ഞാൻ കണ്ടു. ഞാൻ കൂടുതൽ പറയുന്നില്ല. അതായത് ഇൻ്റർനാഷണൽ തലത്തിൽ അന്തർദേശീയമായിട്ട് ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞാൽ ഇവിടെ ന്യായമായും കൂടുമല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞ ആളിനെയാണ് എനിക്കതിലൊന്നും പറയാനില്ല. ഇത് UPA കാലത്ത് ഇതുപോലെ ദുരന്തം, UPA കാലത്ത് ഇതുപോലൊരു ദുരന്തം ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ ഉണ്ടായാലല്ല ഇത് ദേശീയ ദുരന്തമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും. ഇത് UPA ആണോ NDA ആണോ എന്നൊക്കെ എന്തിനാ ഇവരൊക്കെ നോക്കുന്നത്? ഇതാണോ ഇപ്പം നോക്കേണ്ടത്? ഇത് ദേശീയ ദുരന്തമായിട്ട് ഇതിനെ എന്തുകൊണ്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല? ഇത് നമ്മുടെ ദേശത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നല്ലേ? ഇന്ത്യ ദേശത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയല്ലേ ഇതും? അത് മറ്റിടത്തൊക്കെ ആ ക്ഷേത്രത്തിൽ പോയി ആളുകൾ സ്വമേധയാ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോയി, അല്ലെങ്കിൽ അവിടെ ഒരു സിദ്ധൻ്റെ, അതായത് ആൾ ദൈവം ഉണ്ടല്ലോ, ആൾ ദൈവത്തിൻ്റെ പുറകെ പോയി, അതൊക്കെ പോയെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. ചവിട്ട് കൊള്ളാൻ അവിടെ പോയി മരിച്ചോട്ടെ, കുഴപ്പമില്ല. ഇത് അറിഞ്ഞുകൊണ്ട് പോകണം. ഇത് നിരപരാധികൾ കിടന്ന് ഉറങ്ങുന്ന ആളുകളാണ്, മനസ്സറിഞ്ഞതല്ല. ഇത് ദേശത്തിലെ ഒരു ദുരന്തമല്ലാതെ ഇതിന് ദേശീയ ദുരന്തം എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇവർക്ക് എന്താ ഇതിന് ഇത്രയും മനപ്രയാസം ഉണ്ടാകുന്നത്? അത് കേരളത്തിലായി പോയത് കൊണ്ടാണോ ഈ കുഴപ്പം? അത് ഈ പറഞ്ഞ ആള് കേരളത്തിലുള്ള ആളല്ലേ? ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി MP ഇന്നലെ അദ്ദേഹം പറയുന്നത് കേട്ടു, ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് നോക്കും, അതിനെക്കുറിച്ച് പഠിക്കും എന്നൊക്കെ പറഞ്ഞു. അത്രയെങ്കിലും ആയല്ലോ, വളരെ വലിയ കാര്യം. അല്ലെന്ന് പറഞ്ഞല്ലോ, ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ള കാഴ്ചപ്പാട് മാറിക്കിട്ടുന്നല്ലോ, നല്ലതേ ഉള്ളൂ. ആ കാഴ്ചപ്പാട് മാറണം. നമുക്ക് എപ്പോഴും മനുഷ്യന് തെറ്റുപറ്റാം. ഒരു തെറ്റുപറ്റാത്ത ആരുമില്ല. മനുഷ്യനാണോ? എറർ ഈസ് ഹ്യൂമൻ, ഫൊർഗീവ് ഈസ് എന്ന് പറയുന്നത് ഹ്യൂമെയിൻ. അത് നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞ പോലെ തെറ്റാർക്കും പറ്റാം. ആ തെറ്റ് തിരുത്താൻ നമ്മൾ പഠിക്കണം. തെറ്റായിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്തണം. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സംഭവം, അത് ദേശീയ ദുരന്തം അല്ലാതെ എന്താ പിന്നെ ഉള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്വമേധയെ അങ്ങോട്ട് ചെന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ല. ഇത് ഉണ്ടായത് ഒരാൾക്കൂട്ടത്തിനുമല്ല ഇത് ഉണ്ടായത്. സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകളാണ്. ഒന്നും അറിഞ്ഞില്ല. അവർ മണ്ണിനടിയിൽ പോവുകയാണ്, പാറയ്ക്കടിയിലേക്ക് ഞെരിഞ്ഞമരുകയാണ്, കുഞ്ഞുങ്ങളൊക്കെ പോവുകയാണ്, ഒഴിവ് പോവുകയാണ്. ഇത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതല്ലാതെ വേറെ എന്താ ദേശീയ ദുരന്തം ഉണ്ടാവേണ്ടത്? ഇവർക്ക് എന്നാ ഇത് മനസ്സിലാവുന്നത് ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാവും എന്നുള്ളത്? അല്ല, വേറെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അതായത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധി ആയിരുന്നു വയനാട്ടിലെ MP എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധി എന്ത് വേണം? രാഹുൽ ഗാന്ധി വന്ന് ഇത് തടഞ്ഞു നിർത്താൻ പറ്റുമോ? മല പൊട്ടി വരുമ്പോൾ
രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം ഡൽഹിയിലായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ചുമതലകളുണ്ട്. പ്രതിപക്ഷ നേതാവാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഈ സംസ്ഥാനം മാത്രമല്ല, എല്ലാം നോക്കണം. അദ്ദേഹത്തിന്റെ മണ്ഡലവും നോക്കണം. അതുപോലെ മറ്റു മണ്ഡലങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ നോക്കണം. ഒരു പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയാണ്. അതായത് ഒരു മന്ത്രിക്ക് തത്തുല്യമായ പദവി തന്നെയാണ് അത്. ക്യാബിനറ്റ് റാങ്കാണ്. അപ്പോൾ അദ്ദേഹം നോക്കണം. നോക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അത് രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധിയുടെ എന്ത് കുഴപ്പം കൊണ്ടാണ് ഇവിടെ ഈ അപകടം ഉണ്ടായത്, ഈ പ്രകൃതി ദുരന്തം ഉണ്ടായത്? ഇത് പ്രകൃതി ഉണ്ടാക്കിയ ദുരന്തമല്ലേ? അതിനെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അത് ഈ മനുഷ്യനിർമ്മിതം നമുക്ക് പറഞ്ഞാൽ മനുഷ്യന്റെ ചില കൈക്രിയകൾ അതിനകത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല, കാണും. പക്ഷെ അതൊന്നുമാണോ ഇപ്പൊ പറയേണ്ട കാര്യം? അതിന്റെ കണക്കെടുപ്പല്ല ഇപ്പൊ വേണ്ടത്. ദേശീയ ദുരന്തമായിട്ട് നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടു പോയാൽ അതിനി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായി പോയത് കൊണ്ട് പ്രശ്നം വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ ഇരിക്കുകയാണ് എന്നുള്ള കാഴ്ചപ്പാട് വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനം കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പരിണിത ഫലമാണോ അനന്തര ഫലമാണോ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊന്നും രാഷ്ട്രീയവും വർഗീയതയും ഒന്നും കാണേണ്ട കാര്യമല്ല ഇത്. അവിടെ മരിച്ചത് കണ്ടില്ലേ? എല്ലാവരും മരിച്ചു. നാളെയൊക്കെ നമുക്കൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഒരു പ്രകൃതി ദുരന്തം വരുന്നു, എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. മേഘവിസ്ഫോടനം ഉണ്ടായി. കാരണം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത്രത്തോളം വലിയ മഴ ഇങ്ങോട്ട് വരുന്നു. വാഷ് ചെയ്ത് പോവാന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന്? ഈ പ്രതിഭാസങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ അവിടെ ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിന് സമാനതകളില്ലാത്ത ഒരു ദുരന്തമുണ്ട് അവിടെ. അതിന് രാഹുൽ ഗാന്ധി ആയിരുന്നു അവിടുത്തെ MP, അല്ലെങ്കിൽ ഇവിടെ ശ്രീ പിണറായി വിജയനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഇതൊക്കെയാണോ ഇപ്പോൾ ഓർക്കേണ്ടത്? ഇതൊന്നുമല്ല. അവരാരും ആയിക്കോട്ടെ, അവരെന്ത് ചെയ്തിട്ടാണ്? അവരാരും ഒന്നും ചെയ്തതല്ല. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടല്ല. എല്ലാ ഗവൺമെന്റിലും കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെയൊക്കെ അവഗണിച്ചത് അതിന് ഒരു പ്രശ്നമുണ്ട്, ഇല്ലാന്നില്ല. അത് ഇപ്പൊ അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതിപ്പോ ഈ ഗവൺമെന്റിനെ എന്തിനാ കുറ്റം പറയുന്നതിന്? ഇവരെന്ത് ചെയ്തിട്ടാണ്? ഇവരൊന്നും ചെയ്തിട്ടല്ല. ഇത് വരുന്നുണ്ട്. ഇങ്ങനെ ദുരന്തമാണ്, അത് വരും. അത് ആരടുത്തും ചോദിച്ചിട്ടല്ല. ഇങ്ങനെ ഞങ്ങളൊന്ന് പൊട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടോ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ടോ അല്ല ഇത് പൊട്ടി വരുന്നത്. കിടന്നുറങ്ങിയ നിരപരാധികളായ ആളുകൾ, നിർദോഷികളായ ആളുകൾ, ഭാഗ്യഹീനർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവര് ഇതുപോലെ മണ്ണിനടിയിലും കൂമ്പാരത്തിനടിയിലും ഒക്കെ പെട്ടതാണ്, മരിച്ചുപോയി. അംഗഭംഗം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവശരീരങ്ങൾ പോലും പല ഭാഗങ്ങളായിട്ട് പറക്കിക്കൂട്ടുകയാണ്. ചിലരുടെ ഒരാളെ കൈ മാത്രം സംസ്കരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ചില കാലുകൾ, ഒരാളുടെ വയറ് മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ആ മൃതദേഹത്തിന് പറ്റിയ ആ അത്രത്തോളം വലിയ അതിനെ വികൃതമാക്കിയ ആ പ്രകൃതിയുടെ വിളയാട്ടം നമ്മൾ കണ്ടതല്ലേ? എന്ത് ചെയ്യാൻ? ഇതിനെ ആരെ കുറ്റം പറയും? ഇതിനെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ കേരളത്തിൽ വീട് വെക്കുന്നതിന് ഇവിടെ മനുഷ്യനെ എവിടെങ്കിലും താമസിക്കണ്ടേ? കുറ്റം പറയാൻ പറ്റുമോ? ഇവിടെ ആളുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും വീട് വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല, സൗകര്യമില്ല. അപ്പോൾ അത് അവർ കാണുന്നിടത്തൊക്കെ വീട് വെച്ച് മലമുകളിൽ അവിടെ ഇച്ചിരി വില കുറഞ്ഞ സ്ഥലം പോയി നോക്കി വാങ്ങി അത് വെക്കും. അങ്ങനെ വീട് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എവിടെങ്കിലും കിടക്കണ്ടേ മനുഷ്യന്? അതിന് പരിസ്ഥിതി ലോല പ്രദേശമാണ്, അവിടെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇനിയുള്ള കാലത്ത് അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണം. ഇതൊരു ഉണ്ടായ കാര്യം ഇനി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇന്നലെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് നാളെ മുതലല്ല നമുക്ക് കരയാൻ പറ്റൂ. ഇന്ന് കരയാം, നാളെ മുതൽ കരയാം. അല്ലാതെ ഇന്നലെ കരയണം എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചിന്തിക്കുക. ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ അവസരം വിനിയോഗിക്കേണ്ടത്. അല്ലാതെ ഇന്നാരവിടെ MP ആയിപ്പോയതുകൊണ്ടോ, ഇന്നാരും ഇവിടെ മുഖ്യമന്ത്രി ആയിപ്പോയതുകൊണ്ടോ, ഇന്നാരൊക്കെ ഇവിടെ മന്ത്രിമാരായിപ്പോയതുകൊണ്ടോ ഒന്നുമല്ല ഈ ദുരന്തം ഉണ്ടായത്. ഇത് പ്രകൃതി മൂലം ഉണ്ടായ ഒരു ദുരന്തമാണ്. അത് അനിവാര്യതയാണ്. ഇവിടെ എപ്പോഴും ഇവിടെ ഉണ്ടാകും. നമുക്ക് നോക്കാം, ഹിമാലയത്തിന്റെ പരിസരങ്ങളിൽ എന്നും ഉണ്ടാവാറില്ലേ? എന്നും ഉണ്ടാവാറുണ്ടല്ലോ. ഒരു വർഷം എത്ര പ്രാവശ്യം ദുരന്തങ്ങളുണ്ടാവും, മണ്ണിടിച്ചിലുണ്ടാവും, എത്ര പേര് കൊല്ലപ്പെടും, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അതുകൊണ്ടല്ല അവിടെയൊക്കെ അവിടുത്തെ MP-യുടെയോ MLA-യുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിയുടെയോ അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ കുഴപ്പം കൊണ്ടാണ്? ഒന്നുമല്ലല്ലോ. പ്രകൃതി ദുരന്തം എന്ന് പറയുന്ന പ്രകൃതി കൊണ്ടുവരുന്നതാണ്. ഇത് അങ്ങനെ ഒരു ദുരന്തം ഈ പാവങ്ങൾക്ക് മേൽ വന്ന് പതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെവിടെ വേണമെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് ഇത് മാൻമെയ്ഡ് എന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഒരുപാട് അശ്രദ്ധയുണ്ട് എല്ലാവരും. അത് എല്ലാ കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ അതിനൊന്നും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അവരൊന്നും ചെയ്തതല്ല. ഇനിയുള്ളത് ഇപ്പോഴത്തെ MP വല്ലതും ചെയ്താണോ? ഒന്നുമല്ല. ഈ കാഴ്ചപ്പാട് തെറ്റാണ്. അതായത്
ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ ഇതുപോലെ ഇത്രത്തോളം ആളുകളെ അഫക്റ്റ് ചെയ്തപ്പോൾ അതൊരു ദേശീയ ദുരന്തം ആയിട്ട് പ്രഖ്യാപിക്കുന്നതിന് എന്താണ് തടസ്സം? എനിക്കറിയില്ല.